നമുക്കിന്ന് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻകറി ഉണ്ടാക്കാം കേട്ടോ. ഈസ്റ്ററിനൊക്കെ നമുക്കിതുപോലെ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. മീൻകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 കിലോ നെയ്മീനാണ്. മീൻകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടി പോകരുത്. ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളി ചതച്ചതും, വലുതാണെങ്കിൽ 5 ചെറിയുള്ളി, ചെറുതാണെങ്കിൽ ഒരു 10 വരെ എടുത്തോ കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരുപാട് ഉള്ളിയുടെ കളറൊന്നും മാറി വരണ്ട. ഒരു വലിയ തക്കാളി, ഒരു 4 പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ, അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഒരുപാട് തക്കാളിയൊന്നും ഉടഞ്ഞു ചേരണമെന്നില്ല. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയേ. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി ആ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വരണം. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2ാം പാൽ എടുത്തു വെച്ചതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങയാണ്. അതിൻ്റെ മുഴുവൻ പാലും എടുത്തിട്ടുണ്ട്. ആദ്യം ഒഴിക്കേണ്ടത് 2ാം പാലാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് കൊടുക്കണ്ട. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണേ. അതിനുശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. കുറച്ചൊരു തിക്കായ മാതിരി തോന്നും. ഇനി നമ്മൾ 1ാം പാലും കൂടി ഒഴിക്കുമ്പം അത് ശരിയായിക്കോളും കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ആ ചാറിലോട്ടൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണേ. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തവിയിട്ട് ഇളക്കണ്ട. ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി അടച്ചു വെച്ച് കൊടുക്കണ്ട. ഇനി തുറന്നു വെച്ചാൽ മതി. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നോടം വരെ. നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1ാം പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. തിളക്കരുത് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള മീൻകറിയാണ്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിക്കോളുക കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉപ്പ് കുറച്ച് കുറവ് ആയിട്ട് തോന്നുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒരുപാട് തിളച്ച് വരണ്ട. ഇതേപോലെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല പാലപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഈസ്റ്ററിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്